തകർന്നു കിടക്കുന്ന മതിലും കത്തി നശിച്ച വാതിലുകളും. ഇവിടെ ഇരിക്കുന്ന ആരുടെയും ജീവിതത്തിലൊക്കെ ഇത് കാണും കേട്ടോ. തകർന്നു കിടക്കുന്ന ജീവിതവും കത്തി നശിച്ച വാതിലും. ആരൊക്കെയോ ഈ കാര്യത്തിൽ വിഷമിച്ചും വേദനയ്ക്കും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നേ. തകർന്നടിഞ്ഞ വീട്, തകർന്നടിഞ്ഞ സാഹചര്യങ്ങൾ, കത്തി നശിച്ച വാതില്. പ്രതീക്ഷയ്ക്കൊരു സാധ്യതയുമില്ല. പ്രതീക്ഷയ്ക്കൊരു സാധ്യതയുമില്ലാത്തിടത്താണ് നെഹെമ്യാ പ്രാർത്ഥനയുടെ കരമുയർത്തിയത്. ആ സ്ഥലത്തെയാണ് ദൈവം പുനരുദ്ധരിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കരമുയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളുടെ വീടും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും എത്ര ആഴത്തിൽ തകർന്നു പോയാലും, എത്ര അധികമായി കത്തി നശിച്ചാൽ പോലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഉപവാസത്തിലും അതിനെ പുനരുദ്ധരിക്കാൻ, അതിനെ പഴയതുപോലെ പണിതുകൊണ്ടുവരാൻ പ്രാർത്ഥനയിൽ ഒരു ഭക്തന് സാധിക്കും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. 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 അങ്ങനെ പ്രാർത്ഥിച്ചു പുള്ളി അതിനെല്ലാം നടന്നു. അതിനുശേഷം തിരിച്ചു വന്നു. അതിനുശേഷം 17-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 15-ാമത്തെ വാക്യം. അതിനാൽ രാത്രിയിൽ ഞാൻ താഴ്വരയിലൂടെ കയറി ചെന്ന് മതിൽ പരിശോധിച്ചു. തിരിച്ച് താഴ്വര മതിലൂടെ ഞാൻ മടങ്ങിപ്പോന്നു. എവിടെ പോയെന്നും എന്തു ചെയ്തെന്നും സേനാനായകന്മാരാരും അറിഞ്ഞില്ല. എല്ലാവരും കിടന്ന് ഉറക്കമായിരുന്നു. പുള്ളി ഒറ്റയ്ക്ക് പോയി ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി തിരിച്ചു പോയി. നെഹെമ്യാ കൂടെയുള്ളവരോട് പറഞ്ഞു, നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? ജെറുസലേം വാതിലുകൾ കത്തി നശിച്ചു കിടക്കുന്നു. വരുവിൻ, നമുക്ക് ജെറുസലേമിന്റെ മതിൽ പണിയാം. എന്നാ പറഞ്ഞത്? ഒരുമിച്ച് വാ. നമ്മൾ എത്ര കത്തി നശിച്ചാലും നമുക്ക് ഒരുമിച്ച് വാ, നമുക്കത് പുതുക്കി പണിയാം. ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോട് ചോദിക്കുക, എന്തൊക്കെ പൊട്ടിപ്പോയിക്കോട്ടെ, പൊളിഞ്ഞു പോയിക്കോട്ടെ, തകർന്നു പോയിക്കോട്ടെ, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒരുമിച്ച് വാ, ഒന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് പുതുക്കി പണിയാം. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ദൈവം തന്റെ പണി ആരംഭിക്കും. ദൈവം പുതുക്കി പണിയലുകൾ ആരംഭിക്കും. ഏത് കുടുംബ ജീവിതമാണോ തകർന്നത്, ആരുടെ ഭാവിയാണോ തകർന്നത്, ആരുടെ സാഹചര്യമാണോ കത്തിത്തരിഞ്ഞത്, ദൈവത്തിന് പുതുക്കി പണിയാൻ പറ്റും. വരുവിൻ, നമുക്ക് പുതുക്കി പണിയാം. വീടായാലും കുടുംബമായാലും സാഹചര്യമായാലും സാമ്പത്തികമായാലും ദൈവം പറയുന്നു നമുക്ക് പുതുക്കി പണിയാൻ പറ്റും. പുതുക്കി പണിയാൻ നാട്ടുകാരുടെ സഹായമല്ല വേണ്ടത്, പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന ദൈവസഹായം. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇത് കേട്ട് പോകാതെ ഇത് ജീവിതവുമായിട്ടൊന്ന് ക്ലബ് ചെയ്തേ, ഒന്ന് കണക്ട് ചെയ്തേ. ഇത് ജെറുസലേം നടക്കുന്ന സംഭവമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും മതിലുകൾ പൊളിഞ്ഞു, വാതിലുകൾ കത്തിക്കരിഞ്ഞു പോയി, ഇനി പുനരുദ്ധരിക്കാൻ കഴിയാത്ത വിധത്തിൽ തകർന്നടിഞ്ഞു കിടക്കുന്നു. അപ്പോഴും നെഹെമ്യാ പറയുന്നു, പ്രാർത്ഥനയിൽ ഇത് പുതുക്കി പണിയാൻ പറ്റുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മളെ പുതുക്കി പണിയുന്നൊരു ശക്തി നമുക്ക് കിട്ടും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ നെഹെമ്യാ പറഞ്ഞ വാക്ക് നോർക്കണം. കത്തിക്കരിഞ്ഞ് കിടക്കുവാണല്ലോ, ഇത് ശരിയാവുമല്ലോ എന്നല്ല പറഞ്ഞത്. ഇത് ഇത്രയും നശിച്ചു എന്ന് ഞാൻ ഓർത്തില്ല, ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരുവിൻ, നമുക്ക് പുതുക്കി പണിയാം. പുതുക്കി പണിയാൻ പുള്ളി എടുത്ത സ്റ്റെപ്പ് ഏതെന്നറിയാമോ? പ്രാർത്ഥനയും ഉപവാസവും കണ്ണുനീരും. ഇതാണ് ഏത് തകർന്നവനെയും തകർന്ന അവസ്ഥയിൽ നിന്ന് കരകയറാൻ ഒരു മനുഷ്യൻ എടുത്തു വയ്ക്കേണ്ട കാല്. കരഞ്ഞ് ഉപവസിച്ച് ദൈവത്തോടങ്ങ് പ്രാർത്ഥിച്ചപ്പോഴോ റിസൾട്ട് കണ്ടോ? 2-ാം അധ്യായത്തിൽ നെഹെമ്യാ പറഞ്ഞു, ഇത് ശരിയാകുകയെന്നല്ല, വരുവിൻ, നമുക്കിത് പുതുക്കി പണിയാൻ പറ്റും. ഇതാരാ തോന്നിപ്പിച്ചത്? ഇത് തോന്നിപ്പിച്ചത് നെഹെമ്യാ കിടന്നുറങ്ങിയ സമയത്ത് എഴുന്നേറ്റപ്പം നെഹെമ്യാ ആരോടും പറഞ്ഞില്ല, ദൈവം മനസ്സിൽ തോന്നിച്ചത്. അപ്പൊ എന്താ തോന്നിപ്പിച്ചത്? പ്രാർത്ഥിച്ചിരുന്ന നെഹെമ്യായോട് ദൈവം തോന്നിപ്പിച്ചു, നീ വിഷമിക്കൊന്നും വേണ്ട, കത്തിക്കരിഞ്ഞ വാതിലും പൊട്ടിപ്പൊളിഞ്ഞ മതിലും കണ്ട് നീ വിഷമിക്കണ്ട, നിന്നെ കൊണ്ട് ഞാനത് പുതുക്കി പണിയും. ആമേൻ. എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടൊക്കെ ദൈവം പുതുക്കി പണിയാനും ദൈവത്തിന് സാധിക്കും. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഇനി പുതുക്കി പണിയാൻ നേരത്ത് ഒരാൾ ചോദിച്ചു, രാജാക്കന്മാര് നോക്കിയിട്ട് പറ്റിയിട്ടില്ല, പിന്നെയാണോ നീ പ്രാർത്ഥന കൊണ്ട് പറ്റുമെന്ന് പറയണത്?
അവർ വല്ലാതെ വെല്ലുവിളിച്ചു. അപ്പോൾ നെഹമ്യാ പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ സഹായം എനിക്കുണ്ട്. ആ വാക്യം വായിക്കാം. എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്കുണ്ടായിരുന്നു. അയ്യോ, അത് ഒരു പ്രാവശ്യം അല്ല പറയേണ്ടത്, 1000 വട്ടം പറയണം. എൻ്റെ ദൈവത്തിൻ്റെ സഹായം എനിക്കുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ സഹായം എനിക്കുണ്ട്. ഈ സാഹചര്യം പ്രശ്നമല്ല, ഈ പ്രതിസന്ധി പ്രശ്നമല്ല, ഈ കടബാധ്യത പ്രശ്നമല്ല, ഈ ചതി എനിക്ക് വിഷയമല്ല. എൻ്റെ ദൈവത്തിൻ്റെ കരം, എൻ്റെ സഹായത്തിന് എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ഒരു സഹായമുണ്ട്. അത്ര ബോധ്യം ഉണ്ടായിരുന്നു ഈ മനുഷ്യന്. എൻ്റെ ദൈവത്തിൻ്റെ സഹായം എനിക്കുണ്ടായിരുന്നു. ആള് ചോദിച്ചു, രാജാക്കന്മാർക്ക് പറ്റിയിട്ടില്ല, പിന്നെയാണോ പ്രാർത്ഥന കൊണ്ട് നടക്കുന്ന നിനക്ക്? പ്രാർത്ഥന കൊണ്ട് നടക്കുന്ന അത്ഭുതം കേട്ടോ, ഞാനത് വായിക്കാം. എന്നാൽ ഹേറോന്യനായ സൽബല്ലാത്തും അമോന്യനായ തോബിയ എന്ന ദാസനും അറേബ്യനായ ഗഷേമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? രാജാവിനോടാണോ മത്സരം? കുറച്ചു പേര് ചോദിച്ചു, പ്രധാനപ്പെട്ട ആൾക്കാർ ചോദിച്ചു, എടാ, രാജാവ് നോക്കിയിട്ട് നടന്നിട്ടില്ല, പിന്നെയാണോ പ്രാർത്ഥന കൊണ്ട് നടക്കുന്ന നീ? രാജാക്കന്മാർക്ക് ചെയ്യാൻ പറ്റാത്തത് പ്രാർത്ഥനയുള്ളവൻ ചെയ്യും. പ്രാർത്ഥിക്കുന്നവൻ അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളോട്, നിങ്ങളുടെ കുടുംബത്തോട് ഇപ്പോൾ പറയുന്നത്, നമുക്ക് പുതുക്കി പണിയാൻ പറ്റും, നമുക്ക് പുനരുദ്ധരിക്കാൻ പറ്റും. ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കും. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എല്ലാവരും ചേർന്ന് ആ പുതുക്കി പണിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ